ലൈവ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ് കോഴിക്കോട് അന്നശ്ശേരി സ്വദേശി ബാബുവിനും കുടുംബത്തിനും. തീരദേശ പരിപാലന ചട്ടപ്രകാരം നിർമ്മാണ നിരോധിത മേഖലയിലാണ് വീടിനായുള്ള സ്ഥലം എന്നാണ് ഇപ്പോൾ തടസ്സമായി കേൾക്കുന്നത്. ദുരിത ജീവിതം നയിക്കുകയാണ് ബാബുവും കുടുംബവും ഇപ്പോൾ. ഇവിടെയാണ് ബാബുവും ഭാര്യയും 2 പെൺമക്കളും കഴിഞ്ഞ 8 വർഷമായി താമസിക്കുന്നത്. സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഒറ്റമുറി. പഠിക്കുന്നതും കിടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഇവിടെ തന്നെ. ഒന്ന് നിന്നു തിരിയാൻ പോലും സ്ഥലമില്ല. തൊട്ടടുത്ത ചായ്പിൽ പേരിനൊരു അടുക്കള. മഴ ശക്തമായാൽ വെള്ളം അടുക്കളയിലെത്തും. ലൈഫ് പദ്ധതി പ്രകാരം വീടിന് പണം അനുവദിച്ചതാണ്. പ്ലാൻ നൽകിയപ്പോൾ 82 മീറ്ററിൽ പുഴയുണ്ടെന്ന് കണ്ടെത്തൽ. തീരദേശ പരിപാലന ചട്ടപ്രകാരം നിർമ്മാണ നിരോധിത മേഖലയിലാണ് ഈ സ്ഥലം. പക്ഷേ ഇത് അളന്നതിൽ അപാകതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. സർക്കാർ ഓഫീസുകളിൽ എല്ലാ ഓഫീസിലും കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും പറയുന്ന പ്ലാന് പാസ്സായി തരാതെ സി ആർ സെറ്റ് മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, MP രാജേഷ്, മിനിസ്റ്റർ ഇവർക്ക് ഒന്നും അയച്ചിട്ട് ഒരു നടപടികളും നമുക്കില്ല. ദുരിതം എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ചോദിക്കുന്ന പുറയിൽ തന്നെയാകും ദുരിതം. ഇപ്പോഴും കഷ്ടപ്പാട് മാറിയില്ല. 5-8 കൊല്ലമായി ഇവിടെ. പുതിയ കരട് പ്രകാരം നിർമ്മാണ നിരോധിത മേഖല 50 മീറ്ററായി കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് അംഗീകാരം ലഭിക്കാതെ ഇവർക്ക് വീട് പണിയാൻ കഴിയില്ല. അതുവരെ എങ്ങനെ ഈ കൂരയിൽ? ഫ്ലക്സ് ഷീറ്റുകൾ ഇപ്പോഴേ കാറ്റിൽ ഇളകി തുടങ്ങി. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ, മഴത്തുള്ളിയുടെ ശക്തിയൊന്നു കൂടിയാൽ പിന്നെ ഈ അച്ഛൻ്റെ നെഞ്ചിടിപ്പ് കൂടും. കൂലിപ്പണിയാണ്, അതും വല്ലപ്പോഴും. +2-നും PGക്കും പഠിക്കുന്ന 2 പെൺകുട്ടികൾ. അവരുടെ വിദ്യാഭ്യാസം. അങ്ങനെ ജീവിതം 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ്. വീടെങ്കിലും ശരിയായാൽ പകുതി സമാധാനമെന്ന് പറയുന്നു ബാബു. പ്രജ്വൽ സുരേഷിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.